കേരളത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ നാർസിസത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും കഴിഞ്ഞ വീഡിയോയിൽ നാർസിസവും അതിൻ്റെ പ്രൈമറി കോസിനെ കുറിച്ചുമൊക്കെ ചർച്ച ചെയ്തിരുന്നു. നാർസിസം കേരള സൊസൈറ്റിയിൽ അതിൻ്റെ ഒരു ആവിർഭാവം എങ്ങനെയാണ്, അതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താണെന്ന് ചർച്ച ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ചും ഗൾഫ് നാടുകളിലേക്ക് ആൾക്കാർ 70s-ലും 80s-ലും പോകാൻ തുടങ്ങിയ പിന്നെ ആൾക്കാർക്ക് മനസ്സിലായി ഒരു എൻസ്ലേവ്ഡ് ആയിട്ടുള്ള സെൽഫ് ഉണ്ടെങ്കിൽ അതിൽ കൂടെ പൈസ ഉണ്ടാക്കാൻ സാധിക്കും. ആ പൈസ മണി ഉപയോഗിച്ചുകൊണ്ട് യു ഗെയിൻ ഡിഗ്നിറ്റി ഇൻ ദ സൊസൈറ്റി ആൻഡ് ഓൾസോ റെസ്പെക്റ്റ് ഇൻ ദ സൊസൈറ്റി. ഈ ഒരു കാര്യം ആൾക്കാർക്ക് മനസ്സിലാകുകയും ഈ ഒരു റെസ്പെക്റ്റ് സൊസൈറ്റിയിൽ ഉണ്ടാകുകയും ചെയ്തതോടെ ആൾക്കാരിൽ ഈ ഒരു എൻസ്ലേവ്മെൻറ്റിൻ്റെ എമൗണ്ട് കൂടിക്കൂടി വന്നു. ആക്ച്വലി എന്ത് റെസ്പെക്റ്റാണ് ഇതിലൂടെ ഉണ്ടാകുന്നത്? ആ ഒരു ഫോൾസ് സെൽഫ് അല്ലെ എൻസ്ലേവ്ഡ് സെൽഫിനുണ്ടാകുന്ന ഒരു റെസ്പെക്റ്റാണ് ഈ ഒരു പ്രക്രിയയിലൂടെ ഈ ഒരു മനോഭാവത്തിലൂടെ ഉണ്ടായി വന്നത്. ഇത് ജനറേഷൻസായിട്ട് ആൾക്കാരിലേക്ക് അടുത്ത ജനറേഷൻസായിട്ട് പാസ് ചെയ്യാൻ തുടങ്ങി. ആ ഒരു ഫോൾസ് സെൽഫ് ബിലീഫിൽ ഒരു സൊസൈറ്റി രൂപീകരിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ചില സൊസൈറ്റീസ് സച്ച് എസ് നായർ, അവർക്ക് ഒക്കെ റോയൽ സൊസൈറ്റിയോടുള്ള ഒബീഡിയൻസ് കാരണം പല ബെനിഫിറ്റുകളുണ്ടായി. അപ്പോൾ ആ ബെനിഫിറ്റ് കാരണം ഇവരിൽ ഒരു ഒബീഡിയൻറ്റ് സെൽഫ് അല്ലെങ്കിൽ എൻസ്ലേവ്ഡ് നാർസിസ്റ്റിക് സെൽഫ് രൂപീകരിക്കപ്പെട്ടു. ഇതും അവരുടെ സൊസൈറ്റികളിൽ തുടർന്നു വന്നു. അതുപോലെ ചില റിലീജിയസ് ഗ്രൂപ്പ്സ് സച്ച് എസ് ഇസ്ലാമിക് ഗ്രൂപ്പ്സ്, അവരൊരു കളക്റ്റീവ് സൊസൈറ്റി ആകുന്നതിൻ്റെയും കളക്റ്റീവ് ആൻഡ് ക്ലോസ് സൊസൈറ്റി ആകുന്നത് കൊണ്ട് തന്നെ ഒരു നാർസിസ്റ്റിക് സെൽഫ് അവരിൽ രൂപീകരിക്കാനുള്ള ഒരു ശതമാനം ചാൻസ് ഉണ്ട്. അതുപോലെ ഇതിന് ചില ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. എനിക്കിപ്പോൾ ഇങ്ങനെ ഉള്ള ഈ ഒരു സോഷ്യൽ ഫോർമേഷന് പല ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. അത് സൊസൈറ്റിയിലെ ചില അസ്ഥിരതകൾക്കും കാരണമാകാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സൊസൈറ്റിയിൽ നിൽക്കുന്ന പല വളരെ സൈലൻ്റായിട്ടുള്ള വളരെ പാസീവായിട്ടുള്ള പല അഗ്രഷൻസിൻ്റെയൊക്കെ ഒരു മൂലകാരണം നാർസിസമാണ്. ആൾക്കാർക്ക് നാർസിസ്റ്റിക് അല്ലെ എൻസ്ലേവ്ഡ് സെൽഫിനെ അതിനെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് പലരും അവരുടെ ആങ്കറും അവരുടെ ഇമോഷൻസും വളരെ സർക്കാസ്റ്റിക്കായിട്ട് ഉപയോഗിക്കാനും മറ്റുള്ളവരെ സർക്കാസ്റ്റിക് ജോക്സ് ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഡോമിനേറ്റ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നതും, അതുപോലെ ഇമോഷൻസ് പൂർണ്ണമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് ആ ഒരു ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് അത് ഔട്ട് ഓഫ് ദ വേ ആകുന്നതും. അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഒരു എൻ്റർപ്രണർഷിപ്പ് ക്വാളിറ്റി വളരെ കുറവാണ്. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിസ്ക് ടേക്കിംഗ് മെൻറ്റാലിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു സെൽഫിൻ്റെ ഒരു ആവിഷ്കാരം എന്ന നിലയിൽ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി വളരെ കുറവാണ്. നാർസിസ്റ്റിക് സെൽഫിന് വളരെ കുറവാണ്. അത് കാരണം അവരെന്ത് ചെയ്യുന്നു അവർ അത് സ്റ്റേറ്റിന് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതിലേക്കും ഒരു ബിസിനസ് തുടങ്ങുന്നതിലേക്കും ഒക്കെ അത് കുറയ്ക്കുന്നു. അതേസമയം നമ്മളിത് പുറത്തോട്ട് പോവുകയും ഈ ഒരു സൊസൈറ്റിയിൽ മറ്റ് സൊസൈറ്റികൾക്ക് പണം ഉണ്ടാക്കാൻ റവന്യൂ ജനറേറ്റ് ചെയ്യാനും മറ്റ് രാജ്യങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ കുടിയേറുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള പല ഇംപ്ലിക്കേഷൻസും ഈ ഒരു നാർസിസ്റ്റിക് സെൽഫ് ഫോർമേഷൻ നാർസിസ്റ്റിക് സൊസൈറ്റിയിൽ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ സൊസൈറ്റിയിൽ കാണുന്ന ഇത് പല രൂപത്തിൽ വരുന്നത്. അതുകൊണ്ട് ഈ ഒരു ഫോൾസ് സെൽഫ് ബിലീഫ് വേണ്ട, അതിന് വളരെയധികം എക്സാജറേഷനും വളരെയധികം ഗ്ലോറിഫിക്കേഷനും റെസ്പെക്റ്റും ആവശ്യമാണ്. അപ്പോൾ അത് കിട്ടാനുള്ള പല മാർഗങ്ങളും അത് തേടിത്തരുന്നു. അതുതന്നെയാണ് നമ്മുടെ സൊസൈറ്റിയിൽ കാണുന്ന പല പുറമോടി കാണിക്കാനുള്ള വ്യഗ്രത, ഇങ്ങനെയുള്ള പുറമേ ഉള്ള കാര്യങ്ങൾ കാണിക്കാനുള്ള വ്യഗ്രത ഒക്കെ ഉണ്ടാകുന്നത് ഈ ഒരു സ്വത്ത് രൂപീകരണത്തിൽ നിന്നാണ്. അതുപോലെ വേറൊരു കാര്യമാണ്, നമ്മൾ നോക്കുകയാണെങ്കിൽ ടു ദ കോർ കാര്യങ്ങളെ ചിന്തിക്കാനും ചെയ്യാനുമുള്ള ഒരു മനസ്ഥിതി കുറവാണ്. ചിലപ്പോൾ ഒരു സൊസൈറ്റിയുടെ ഒരു തിങ്കിങ് അനുസരിച്ച് പോകാനും അതിനൊരു അടിമപ്പെടാനുമുള്ളൊരു ചാൻസ് വളരെയധികം കുറവാണ്. ഒരു കാര്യത്തെക്കുറിച്ച് ഒരു പേഴ്സണൽ ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യൂ കൊടുക്കാൻ ഉള്ളൊരു പവർ ആൾക്കാരിൽ മറ്റ് സംസ്ഥാനങ്ങളെയോ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ വളരെ കുറവാണ്. ഇങ്ങനെ ഉള്ള
ഒരു നാർസിസ്റ്റിക് സെൽഫ് രൂപീകരണം കൊണ്ട് നാർസിസ്റ്റിക് സൊസൈറ്റികളിൽ വളരെയധികം ഇങ്ങനെയൊക്കെയുള്ള സാമൂഹികമായിട്ടുള്ള ഈവിൾസ് ഉണ്ടാകാനും ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഇതിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. താങ്ക് യു.